എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ മോളാണ്. പുള്ളി ഇവരുമായിട്ട് ഏതാണ്ട് ഒരു 2-3 വർഷത്തെ ബന്ധമുണ്ട്. ഈ സജി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. പുള്ളിയാണെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇതിന് മുമ്പേ 2-3 പ്രാവശ്യം ഞാനായിട്ട് തന്നെയാണ് ഇവളോട് പറഞ്ഞത്, ഈ ഇങ്ങനത്തെ ബന്ധം വേണ്ട, ഇത് ശരിയാവില്ല, നിനക്കത് ചേർന്നതല്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരി ഞാനുമായിട്ട് പിന്നെ മിണ്ടാറൊന്നുമില്ല, വലിയ പണക്കത്തിലാണ്. ദുരൂഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇതിന് മുമ്പേ 2-3 തവണ ഇവളെ ഉപദ്രവിച്ചതായിട്ട് ഇവള് പറഞ്ഞിട്ടുണ്ട്, മാരകമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊന്നും എന്നോടൊന്നല്ല വന്ന് പറഞ്ഞത്, എന്നോടല്ല പറഞ്ഞത്, വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നോട് പറയാൻ പേടിയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിച്ചതായിട്ട്. ഇവനെപ്പറ്റി വേറെ വിവരങ്ങളൊന്നും ഇപ്പം നമുക്ക് നിലവിൽ ഇല്ല. പക്ഷേ ഇവർ തങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഇവിടെ കാരയ്ക്കാമണ്ഡപത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയതാണ് ഇവർ ഇങ്ങോട്ട് പോയത്. ഇവളും വേറൊരു കൂട്ടുകാരിയായിട്ട് മെഡിക്കൽ കോളേജിൽ അവരവിടെ ഉള്ളൂരാണ് ഒരു കടയിലാണ് സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ റൂമെടുത്ത് അവിടെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർ തങ്ങളിൽ വീണ്ടും കണക്ഷൻ ഉണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാനേ ഇവർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇവർ തങ്ങളിൽ എന്നും ദിവസവും ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇവർ തങ്ങളിൽ. അപ്പം അതിനടുത്ത് തന്നെയാണ് ഈ സജി എന്ന് പറയുന്ന ആളുടെ വീട്, ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ നേരത്തെയൊക്കെ ഇവർ വന്നിട്ടുണ്ട്, മുമ്പും ഇവർ പലതവണ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, ഇവിടെ ഇനിയായിട്ടുള്ള ഒരു ബന്ധം വേണ്ട, അത് നിനക്ക് ശരിയാവൂല എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും പുള്ളിക്കാരി കേട്ടിട്ടില്ല. ഉണ്ട്, അവർക്ക് ഒരു അനുജത്തിയുണ്ട്. പുള്ളി ഇപ്പോൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് വീട്ടിൽ താമസമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്ന് താമസിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവനുമായിട്ട് അവിടെ വന്ന് താമസിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. സജിയായിട്ട് കുഴപ്പമുള്ള ആളാണ്. പുള്ളിക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അടിപിടി കേസുകളിലൊക്കെ ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിയായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇതിൽ സംശയമുണ്ട്, ഉറപ്പായിട്ട് സംശയമുണ്ട്. കാരണം ഇങ്ങനെ ഒന്നും ചെയ്യണമായിരുന്നെങ്കിൽ അവൾ നേരത്തെ ഇതിനേക്കാൾ ഉപദ്രവിച്ചപ്പോൾ അവൾ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിലുള്ള മക്കളില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ഇവൾ സ്വയം ചെയ്തതാണോ ഇനി ഇയാൾ ചെയ്തതാണോ എന്നുള്ളത് നമുക്കിപ്പോൾ ആരും ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് എന്തായാലും സത്യം പുറത്തു കൊണ്ടുവരട്ടെ.